கொஞ்சம் அங்கே பாரு கண்ணா. രാവിലെ നീച്ചതും സിയെ വിളിച്ച് നെയ്ഷു ബേബി ബ്രോഡ്വേ പോവാലോ സിയാന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി സിയാനെയും വിളിച്ച് ബസ് ബ്രോഡ്വേ എത്തി. ഞങ്ങൾ സർപ്ലസുകളും തപ്പി ആദ്യം ഒരെണ്ണത്തിൽ കയറി അവിടെ കളക്ഷൻസ് ഉണ്ടെങ്കിലും ഉള്ളിലൊന്നുകൂടെ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ എപ്പോഴും കൈ പിടിക്കുന്ന കൂട്ടുകാരിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേഗം ഷെയർ ആക്കി. അങ്ങനെ നമ്മൾ ബ്രോഡ്വേന്റെ ഉള്ളിൽ കയറി കുറെ വട്ടം തരുന്ന ഒരു ഷോപ്പ് കയറിയത് എനിക്കൊരു ടോപ്പ് ഇഷ്ടപ്പെട്ട് ഞാൻ സിയാസിലേക്ക് എനിക്ക് എടുക്കാനല്ലേ മോളെ വന്ന് ഇതൊക്കെ പാടെ കണ്ട എങ്ങനെ എടുക്കാതിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ ഷോപ്പ് കിട്ടും. എന്തായാലും കയറിയതല്ലേ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് എടുക്കാനാണോ സിയാക്ക് എടുക്കാനാണോ വന്നത് എനിക്കും സംശയം. സിയയുടെ കൂടെ വന്ന സിയ നമ്മളെ വെറും വയറ്റിൽ തിരിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ അവർ 2 ബർഗറും ഞാനൊരു പ്രോട്ടീൻ ഷേക്കും കുടിച്ചിട്ട് അങ്ങോട്ട് മെയിൻ അങ്ങനെ ബില്ലും പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിൽ കയറി അവിടെ നിന്ന് പൊക്കി. അവിടെ നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ സിയാക്ക് കൊടുക്കും. കണ്ണാടി ഉണ്ട് അതൊക്കെ നിർബന്ധമല്ലേ. ഷോപ്പിൽ നടന്നു അമ്മൂമ്മമാരും വരെ ഇപ്പൊ സർപ്ലസ് ആണ്. എന്റെ കൂടെ കൂട്ടിന് വന്ന എന്റെ കയ്യിൽ ഒരു ലോഡ് ഇനി ലോഡാക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബസ് കയറാം. അങ്ങനെ ബസ്സും കയറി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് യാത്ര. എത്രങ്ങാനും പൈസ പൊട്ടിണ്ടാവും എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കുന്നത്. എല്ലാം പാടെ ജസ്റ്റ് 1000 ബില്ലോൺ ആയിട്ടുള്ളൂ. അപ്പോൾ